ശിഷ്യയായിട്ട് തന്നെ ജീവിക്കണം എന്ന ആഗ്രഹത്തോട് കൂടിയിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. ഇനി ഇവിടെ കൂടിയിരിക്കുന്നതായ എല്ലാ ഗുരുതുല്യരായ എല്ലാ ഭക്തജനങ്ങളോടും എൻ്റെ വിനീതമായ നമസ്കാരത്തെ നമസ്കരിച്ചുകൊണ്ട് സീതാരാമ ഭക്തസഭയുടെ ആ ആഭിമുഖ്യത്തിൽ ഞങ്ങളുടെ കൂടെ കൂടി ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതായ പരമേശ്വര മാമാവിനോടും മാമിയോടും വൈസ് പ്രസിഡന്റ് പരമേശ്വരയ്യരോടും എല്ലാവരോടും ഞങ്ങളുടെ നന്ദിയെ വന്ദനം നാരായണീയ സംഘത്തിന്റെയും മറ്റെല്ലാ ഭക്തജനങ്ങളുടെയും പേരിൽ നന്ദിയെ പ്രകടിപ്പിച്ചുകൊണ്ട് എൻ്റെ ഒരു അനുഭവം പറയാൻ ആരംഭിക്കുകയാണ്. ഈ 17ാമത്തെ നാരായണീയ സപ്താഹ യജ്ഞത്തിന്റെ പ്രവർത്തനങ്ങൾ അങ്ങനെ തുടങ്ങിയിരിക്കവേ സാറിനെ വിളിച്ച് ചോദിക്കുകയാണ്, ഒഫീഷ്യലായിട്ട് ഞങ്ങൾക്ക് ക്ഷണിക്കാൻ വരണം, എന്നാണ് സാർ വരേണ്ടത്? അവിടെ നിന്ന് ഫോൺ കയ്യിലെടുത്താലും നമ്മുടെ ഗുരുനാഥന്റെ ശബ്ദം പൊങ്ങിയിട്ടില്ല. 3 ദിവസങ്ങളെ ബാക്കിയുള്ളൂ. ആ സമയത്ത് പറയാണ്, ആന്റി വിളിച്ചിട്ട് പറയാണ്, സാറിന് ശബ്ദമില്ല മോളെ, ഒട്ടും ശബ്ദം വരുന്നില്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് ആന്റി, എല്ലാം നിങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞല്ലോ, എന്ന് വരാനെന്ന് ചോദിക്കുകയാണ്. ഞങ്ങൾ വിളിക്കുന്നു എന്ന് ചോദിച്ചപ്പോ പറയണു, ഇല്ല പറ്റൂന്ന് തോന്നുന്നില്ല, സാറിന് കൊടുക്കാം. സാറിന്റെ ശബ്ദം വന്നില്ല. അത് മുതൽ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എങ്ങനെയാണോ കൃഷ്ണനില്ലെങ്കിൽ മറ്റുള്ള ഗോപന്മാരും ഗോപസ്ത്രീകളും ജീവനില്ലാത്തവരെ പോലെയാണ് നമ്മള് എന്ന് കരഞ്ഞു പറഞ്ഞതുപോലെ ഗുരുനാഥനില്ലെങ്കിൽ പിന്നെ നമ്മളൊന്നുമല്ല. ഭഗവാനോട് പ്രാർത്ഥിച്ചു, കൃപാതേയും കിമിതമെങ്കിൽ ലഭ്യം തൻവൃത മതീയ ക്ലേശവുക്ക്. എന്റെ ഈ ക്ലേശം, എന്താണ് ക്ലേശം? എന്റെ ഗുരുനാഥന് ശബ്ദം കൊടുക്കുക. കരികാലത്ത് ചെമ്പയ്ക്ക് നാഥൻ നൽകിയതായ ആ ഖണ്ഡത്തിന് കൊടുത്തതായ ഗുരുവായൂരപ്പ, എന്റെ ഗുരുനാഥന് ശബ്ദം കൊടുത്തേ പറ്റൂ. ആ 3 ദിവസം കൊണ്ട് പാദങ്ങളിൽ നമസ്കരിച്ച് ഭഗവാനോട് മുഴുവനും പ്രാർത്ഥനയായിരുന്നു. രാവിലെയും വൈകിട്ടും വിളിക്കും, ശബ്ദം വന്നിട്ടുണ്ടോ, എങ്ങനെയുണ്ട്, ഡോക്ടറെ കണ്ടോ എന്നൊക്കെ അങ്ങനെ ചോദിക്കണോ. തലേ ദിവസം കുറച്ചു കൊടുത്ത ശബ്ദം വന്നു, വരാൻ പാടെ. എന്നിട്ട് പറഞ്ഞു, എന്നിട്ട് പിന്നെ അമ്മാരുടെ ആയിക്കൂടെ? ഇല്ല, അങ്ങനെ ഒരു കാര്യം നടക്കില്ല. ഗുരുനാഥൻ തന്നെ ഇവിടെ വന്ന് പറയാൻ പറ്റും. ഞാൻ താക്കീതാണ് കൊടുത്തിരിക്കുന്നത് ഗുരുവായൂരപ്പനോട് എന്നാണ് ഞാൻ പറഞ്ഞത്. തലേ ദിവസം രാത്രി വിളിച്ചപ്പോൾ, എങ്ങനെയുണ്ടോ അമ്മായ, ശബ്ദം ഉണ്ടോ? ഉണ്ട് സാർ, കുറച്ച് വന്നിട്ടുണ്ട്. പിറ്റേ ദിവസം ആ തുടങ്ങുന്ന ദിവസത്തില് ഇവിടെ വന്നിരുന്നു, ആരംഭിച്ചു. അപ്പോഴും ആ തൊണ്ട വന്നു ഇടറി. അപ്പോഴും ഞാൻ ഗുരുവായൂരപ്പനോട് പറഞ്ഞു, ചമ്പയ്ക്ക് നാദം കൊടുത്തതുപോലെ ആ ഘനഗംഭീരമായ ആ ശബ്ദം ഗുരുവായൂരപ്പ ഈ ഗുരുനാഥന് കൊടുക്കണമേ എന്ന് ഇവിടെ തന്നെ നിന്ന് അപ്പോഴും പ്രാർത്ഥിക്കുകയായിരുന്നു. വിളികേട്ടു. അങ്ങനെ ആ ഗുരുവായൂരപ്പൻ വിളികേട്ടിട്ടാണ് ഈ ഘനഗംഭീരമായ പദത്തില് ശബ്ദത്തില് നമുക്ക് ഈ നാരായണീയ തത്വങ്ങളും മുഴുവനും കേൾക്കാൻ സാധിച്ചത് എന്ന് ഞാൻ ദൃഢമായ സ്ഥിരതര മനസ്സ് ഉറപ്പിച്ച് ഞാൻ വിശ്വസിക്കുന്നു. ഒറ്റ വിശ്വാസം, എന്റെ പ്രാർത്ഥന മാത്രമാണ് ഈ ഗുരുനാഥന്റെ ഈ ശബ്ദം, ഇത്രയും ശബ്ദത്തിൽ നമുക്ക് തത്വങ്ങളെ കേൾക്കാൻ സാധിച്ചതെന്ന് ഞാൻ ഉറപ്പിക്കുകയാണ്. എന്തുകൊണ്ട് സാധിക്കില്ല? ആ പാഠങ്ങളില് മുറുക്കം പിടിച്ച് കരഞ്ഞാല് തീർച്ചയായിട്ടും നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. എന്റെ കാര്യമല്ല, എന്റെ ഗുരുനാഥന്റെ ശബ്ദം കൊടുക്കാനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എപ്പോഴാണോ നമ്മള് മറ്റുള്ളവർക്ക് വേണ്ടിയും ആ ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും ഭഗവാൻ അതിങ്ങനെ അനുഗ്രഹിക്കും, നമ്മളെയും കൊണ്ട് നടന്നുകൊള്ളും. എന്തായാലും അത് എന്റെ അനുഭവം, അതെനിക്ക് പറയാൻ ഇപ്പൊ തന്നെ ഈ സമയത്ത് തന്നെ സന്ദർഭം കിട്ടി. നമ്മുടെ ഗുരുനാഥന് ആറ്റുകാൽ ട്രസ്റ്റിൽ നിന്ന്